നമസ്കാരം, ചലഞ്ചറാപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഓപ്പറേഷൻസ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഓപ്പറേഷൻസ് ബന്ധമായിട്ട് എല്ലാ എക്സാംസിനും ചോദിക്കുന്നുണ്ട്. ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോ എന്തെങ്കിലും ഇപ്പോ ഇവാക്യുവേഷൻ ഒക്കെ വേണ്ടിയിട്ട് ഏതെങ്കിലും രാജ്യത്ത് നിന്ന് നമ്മുടെ ഇന്ത്യക്കാരെയൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ ഓരോ ഓപ്പറേഷൻ ചെയ്യാറില്ലേ, അങ്ങനെ ഓരോ പേര് വെച്ചിട്ട്. അപ്പൊ അതാണ് ഓപ്പറേഷൻ. അപ്പം എവിടെ ഏത് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്തു അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഈ അടുത്ത് നടന്നതൊക്കെ ഏതാണെന്ന് പറഞ്ഞിട്ട് ഒരു കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അത് നമ്മൾ 2023-24 നടന്ന ഓപ്പറേഷൻസ് ആണ് ഈ ഇതിൽ നോക്കുന്നത്. അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യത്തെ നോക്കാം. ഏത് സംസ്ഥാന സർക്കാരാണ് ഓപ്പറേഷൻ അമൃത് ആരംഭിച്ചതെന്നാണ് ചോദിച്ചത്. അമൃത്, ഓക്കെ, അമൃത് ആരംഭിച്ചത് കേരളമാണ് കേട്ടോ. എന്നാണ്? കേരളമാണ്. ഏത് സംസ്ഥാന സർക്കാരാണ് ഓപ്പറേഷൻ അമൃത് ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ കേരളമാണ് കേട്ടോ. അമൃതിന്റെ ഫുൾ ഫോം എന്ന് പറയുമ്പോൾ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഇന്റർവെൻഷൻ ഫോർ ടോട്ടൽ ഹെൽത്ത് എന്നാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ഈ ബാക്ടീരിയൽ ഫംഗൽ വൈറസുകളൊക്കെ കാരണം ഉണ്ടാകും. അപ്പം ഈ നമ്മള് ഗുളിക ആന്റിബയോട്ടിക് ഒക്കെ കൂടുതലായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പൊ അതിനെതിരെയൊക്കെ അവർ ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ ആണ് എന്ത്? അമൃത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആരാണ്? കേരളത്തിലാണ് ആരംഭിച്ചത്. ഏത് സംസ്ഥാന സർക്കാരാണ് ഓപ്പറേഷൻ അമൃത് ആരംഭിച്ചതെന്ന് ചോദിച്ചാല് കേരളമാണ്. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഇന്റർവെൻഷൻ ഫോർ ടോട്ടൽ ഹെൽത്ത് എന്നാണ് അതിന്റെ പൂർണ്ണരൂപം. അതുപോലത്തെ വേറൊരെണ്ണമാണ് ഓപ്പറേഷൻ സർവശക്തി. ആരംഭിച്ചത് ആരാണെന്ന് വെച്ചാൽ ഇന്ത്യൻ ആർമിയാണ് കേട്ടോ. ഓപ്പറേഷൻ സർവശക്തി ആരംഭിച്ചത് ആരാണ്? ഇന്ത്യൻ ആർമിയാണ്. എവിടെയാണ് ലോഞ്ച് ചെയ്തത് വെച്ചാൽ പീർ പഞ്ചലിലാണ്, ജമ്മു കാശ്മീരിലെ പീർ പഞ്ചലിലാണ് സർവശക്തി ആരംഭിച്ചത്. ഓക്കെ, ഇന്ത്യൻ ആർമിയാണ് കേട്ടോ. അടുത്ത, എവിടെ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനാണ് ഇന്ത്യ ഓപ്പറേഷൻ അജയ് ആരംഭിച്ചത്? ഓപ്പറേഷൻ അജയ് ആണ് അടുത്തത്. ഇസ്രായേലാണ്. അപ്പൊ എവിടെന്ന് വെച്ചാൽ ഇപ്പൊ ഇസ്രായേലും യുദ്ധങ്ങളൊക്കെ നടന്നുണ്ട്. ഹമാസ് നിങ്ങൾ പത്രത്തിലൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ അതില് ഇന്ത്യക്കാരെ അവിടെ നിന്ന് മോചിപ്പിച്ച് രക്ഷപ്പെടുത്തി ഇവാക്യുവേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ സായുധ സേനകളൊക്കെ ചേർന്നിട്ട് നടത്തുന്ന ഓപ്പറേഷൻ ആണ് എന്ത്? ഓരോ ഓപ്പറേഷൻസുകളുണ്ട് ഓരോ രാജ്യത്തു നിന്നും. നമ്മൾ സ്ഥിരം പത്രത്തിൽ വായിക്കുന്നതാണ് അവരെ ഇന്ത്യക്കാരെ മോചിപ്പിച്ച് അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്ത് കൊണ്ടുവന്നു എന്നൊക്കെയുള്ള. അപ്പോ എന്താണ് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ ഇന്ത്യ ഓപ്പറേഷൻ അജയ് ആരംഭിച്ചത് എവിടെയാണെന്ന് വെച്ചാൽ ഇസ്രായേലിലെ ഇന്ത്യക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എവിടെ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനാണ് ഇന്ത്യ ഓപ്പറേഷൻ കാവേരി ആരംഭിച്ചത്? സുഡാനിൽ നിന്നാണ്. അപ്പൊ എല്ലായിടത്തും യുദ്ധങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുമ്പോൾ ഇസ്രായേലിലെ കാര്യങ്ങൾ നമുക്കറിയാം, യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ സുഡാനിലും യുദ്ധങ്ങൾ നടക്കുമ്പോൾ അവിടുന്ന് എന്ത് ചെയ്യണം? യുദ്ധങ്ങൾ മാത്രമല്ല കേട്ടോ, വേറെ എന്തെങ്കിലും അവിടുത്തെ രക്ഷിതാവസ്ഥകൾ എന്തെങ്കിലും രാജ്യത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അവരിവിടെ കുടുങ്ങി പോകത്തില്ലേ? അപ്പൊ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒഴിപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇന്ത്യ തന്നെ നടത്തുന്ന ഓപ്പറേഷൻ ആണ് ഇങ്ങനത്തെ ഓരോ ഓപ്പറേഷൻസ്. അപ്പൊ നമ്മുടെ എക്സാംസിന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? അപ്പൊ കാവേരി എന്ന് പറയുമ്പോൾ എന്താണ്? സുഡാനാണ്. അജയ് എന്ന് പറയുമ്പോൾ ഇസ്രായേൽ. അങ്ങനെ പേരും എവിടെ നിന്നാണെന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ഓർത്തു വയ്ക്കുക. ഓക്കെയാണ്. അടുത്ത് നോക്കാം. ഏത് രാജ്യത്തിന് സഹായം നൽകുന്നതിനാണ് ഇന്ത്യ ഓപ്പറേഷൻ ദോസ്ത് ആരംഭിച്ചത്? ദോസ്ത് അറിയാലോ, ഓപ്പറേഷൻ ദോസ്ത് എന്ന് പറയുമ്പോൾ സുഹൃത്ത്. ഓപ്പറേഷൻ ദോസ്ത് ആരംഭിച്ചതാണ് തുർക്കി. ഒരെണ്ണമല്ല, 2 രാജ്യങ്ങളുണ്ട്, തുർക്കി, സിറിയ. അപ്പൊ തുർക്കിയിലെ എർത്തിക്യുക്ക് ഒക്കെ നമുക്കറിയാം. എർത്തിക്യുക്ക് വന്നു തുർക്കിയിൽ മാത്രമല്ല സിറിയയിൽ. അപ്പൊ എർത്തിക്യുക്ക് വന്നിരുന്നു. അപ്പൊ ഒരുപാട് ആളുകൾ മരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ സഹായമായിട്ട് പോയി. ഇവിടെയും എന്തെങ്കിലുമൊക്കെ വെള്ളപ്പൊക്കം അങ്ങനെയൊക്കെ വരുമ്പോൾ പല രാജ്യങ്ങളും നമുക്ക് സഹായമായിട്ട് വരത്തില്ല രക്ഷിക്കാൻ വേണ്ടി. അതുപോലെ തുർക്കി സിറിയയിൽ എന്തുണ്ടായി? എർത്തിക്യുക്ക് ഉണ്ടായപ്പോ ഒരുപാട് ആളുകൾ, നമ്മൾ പത്രത്തിൽ വായിച്ചു, ഒരുപാട് ആളുകൾക്കൊക്കെ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവിടത്തേക്ക് സഹായത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സായുധ സേന പോയപ്പോ ഇന്ന് ആ ഓപ്പറേഷന്റെ പേരാണ് എന്ത്? ഓപ്പറേഷൻ ദോസ്ത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സഹായിക്കാൻ പോയതാണ്. അപ്പൊ ആ ഒരു ഇതിൽ ദോസ്ത് എന്ന് പറഞ്ഞ് ഓർത്തു വയ്ക്കുക. ഓക്കെ, ഏത് രാജ്യത്ത് നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനാണ് ഇന്ത്യൻ സർക്കാർ ഓപ്പറേഷൻ ഗംഗ ആരംഭിച്ചത്? ഉക്രൈൻ ആണ് കേട്ടോ. ഉക്രൈനിൽ നിന്ന് ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്താൻ, അതായത് മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ച ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ഗംഗ. ഉക്രൈൻ ആണ് കേട്ടോ. അടുത്തത്, സിക്കിൾ സെൽ അനീമിയ എലിമിനേഷൻ മിഷൻ ആരംഭിച്ചത് ആരാണ്? നരേന്ദ്രമോദിയാണ് കേട്ടോ. സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, മലയാളത്തിൽ അതിന് അരിവാൾ രോഗം എന്ന് പറയും. കഴിഞ്ഞ കറണ്ട് അഫയേഴ്സിൽ POQ ഞാൻ പറഞ്ഞിരുന്നു. സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. നമ്മുടെ റെഡ് RBCയില് അതിന്റെ ഷേപ്പിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്ന ഒരു അസുഖമാണ്
ഒരു ഹെറിഡിറ്ററി പാരമ്പര്യ രോഗമാണ്. ആ സിക്കിൾ സെൽ അനീമിയ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, രാജ്യത്ത് നിന്ന് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മിഷനാണ് എന്ത്, സിക്കിൾ സെൽ അനീമിയ എലിമിനേഷൻ മിഷൻ. അത് ആരാണ് കൊണ്ടുവന്നത്? നരേന്ദ്രമോദിയാണ്. അത് നമ്മുടെ ഉദ്ദേശം വെച്ചാൽ 2047 കൂടി എന്താണ്, നിർമ്മാർജ്ജനം ചെയ്യുക. സിക്കിൾ സെൽ അനീമിയ ഇന്ത്യയിൽ നിന്ന് പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്നതാണ് സിക്കിൾ സെൽ അനീമിയ എലിമിനേഷൻ. അതാണ് 2047 കൂടിയാണ് അതിന്റെ വർഷം നമ്മൾ വെച്ചിരിക്കുന്നത്, എലിമിനേഷൻ വർഷം. അടുത്തത് വന്ദേ ഭാരത് മിഷൻ ആരംഭിച്ച മന്ത്രാലയം എന്ന് വെച്ചാൽ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ ആണ്. വന്ദേ ഭാരത് മിഷൻ. ഓക്കെ, വന്ദേ ഭാരത് ട്രെയിൻ അല്ല, വന്ദേ ഭാരത് മിഷൻ ആണ്. മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ ആണ്. എന്ന് വെച്ചാല് ഈ കൊറോണ സമയത്തൊക്കെ ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യൻ സ്റ്റുഡൻസ് ഒക്കെ അവിടെ അകപ്പെട്ട് അവരെ തിരിച്ചു കൊണ്ടുവരും, ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനായിട്ട് ഉള്ളൊരു ഓപ്പറേഷൻ ആയിരുന്നു ഇത് വന്ദേ ഭാരത് മിഷൻ എന്ന് പറയുന്നത്. ആരാണ്? മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ ആണ് നടത്തിയത്. ഇതുപോലെ നേവിയും നടത്തിയിട്ടുണ്ട്. ഓരോരുത്തരും ഇങ്ങനെ നടത്തും. ഇപ്പൊ കൊറോണയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ പല രാജ്യങ്ങളിലായിട്ടൊക്കെ ഇങ്ങനെ അകപ്പെട്ട് പോയിട്ടുണ്ട്. അപ്പൊ അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സിവിൽ ഏവിയേഷൻ നടത്തിയ മിഷനാണ് എന്ത്, വന്ദേ ഭാരത് മിഷൻ എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് മയക്കുമരുന്ന് കള്ളക്കടത്തിനെതിരെ ഓപ്പറേഷൻ നാർക്കോസ് എന്ന് കേൾക്കുമ്പോൾ അറിയാം മയക്കുമരുന്നും കള്ളക്കടത്തും ഒക്കെയാണ്. അതിനെതിരെയുള്ള ഒരു ഓപ്പറേഷനാണ് ആരാണ് ആരംഭിച്ചത് വെച്ചാൽ RPF ആണ്. RPF എന്ന് പറഞ്ഞാൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആണ്. അപ്പൊ ഈ മയക്കുമരുന്നൊക്കെ ട്രെയിനിൽ കൂടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അങ്ങനത്തെ ഉണ്ടല്ലോ, പല സ്ഥലങ്ങളിലേക്കും ട്രെയിൻ വഴി കടത്താറുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻ ആണ് എന്ത്, ഓപ്പറേഷൻ നാർക്കോസ്. അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതാരാണ്? RPF ആണ്. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ട്, RPF. അവരാണ് ആ ഓപ്പറേഷൻ കൊണ്ടുവന്നത്. ഓപ്പറേഷൻ നാർക്കോസ് എന്നാണ് പേര്. അടുത്ത ഓപ്പറേഷൻ ആർട്ട്, AAHT ആണ് കേട്ടോ. ആരംഭിച്ചത് ആര് തന്നെയാണ്? RPF തന്നെയാണ്. മനുഷ്യക്കടത്തിൽ നിന്ന് സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനമാണ്. അതായത് ട്രെയിൻ വഴി മനുഷ്യരെ കടത്തുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, സ്ത്രീകളെയും കുട്ടികളെയും, അതിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഓപ്പറേഷൻ ആർട്ട്. ഇത് രണ്ടും RPF തന്നെയാണ്. ഇത് രണ്ടും ട്രെയിൻ വഴിയുള്ളതാണ്. അത് മയക്കുമരുന്ന്, ഇത് മനുഷ്യരെ കടത്തിൽ നിന്ന് സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനമാണ് എന്ത്, അതിന്റെ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ആർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഏത് രാജ്യത്തു നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കാനാണ് ഓപ്പറേഷൻ ദേവി ശക്തി ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാൻ താലിബാൻ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ അവിടെ നിന്ന് ആ പ്രശ്നം നടക്കുമ്പോൾ അവിടെ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ദേവി ശക്തി എന്ന് പറയുന്നത്. അതുപോലെ അടുത്തൊരെണ്ണം വീണ്ടും RPF-ന്റെ ആണ്, സത്രക് എന്നാണ്, SATARK. മലയാളത്തിൽ സത്രക് എന്ന് തന്നെ എഴുതും, പ്രൊനൗൺസിയേഷൻ സത്രക് എന്നാണ് കേട്ടോ. അത് വീണ്ടും എന്താണ്, RPF ആണ്. അപ്പം ട്രെയിൻ വഴിയുള്ള അനധികൃത മദ്യം, പുകയില ഉൽപ്പന്നങ്ങൾ, പിന്നെ സ്വർണം, അങ്ങനെയുള്ളവയുടെ കടത്ത്. നമ്മൾ നേരത്തെ മയക്കുമരുന്ന് നാർക്കോസ് പഠിച്ചു, അത് കഴിഞ്ഞിട്ട് ഏത് പഠിച്ചു? മനുഷ്യക്കടത്ത് പഠിച്ചു. ഇപ്പൊ എന്താണ് RPF-ന്റെ വേറെ ഒരെണ്ണമാണ് സത്രക്. അതെന്താണ്? ഈ അനധികൃത മദ്യം, പുകയില, സ്വർണം അങ്ങനെയുള്ള കടത്തുകൾ, ട്രെയിൻ വഴിയുള്ള കടത്തുകൾക്ക് വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻ ആണ് കേട്ടോ. അടുത്ത മിഷൻ അമാനത്ത് ആരംഭിച്ചത് ആരാണ് വെച്ചാൽ ഇന്ത്യൻ റെയിൽവേ തന്നെയാണ്. അമാനത്ത് എന്ന് പറയുമ്പോൾ ഒരു ഹിന്ദി വാക്കാണ്. അത് അമാനത്ത് എന്ന് പറയുന്നത് നമ്മുടെ സ്വത്ത്, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്വത്ത്, സമ്പാദ്യം, അതിനെയാണ് അമാനത്ത് എന്ന് പറയുന്നത്. അപ്പൊ അതെന്താണ്? യാത്രക്കാരുടെ കാണാതായ ലഗേജസ് കണ്ടെത്തുന്നതിനായ, യാത്രക്കാരുടെ കൂടെയുള്ള ലഗേജസ് അവരുടെ ഒരു സമ്പാദ്യമാണല്ലോ. അപ്പൊ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ അത് കാണാതെ പോകുമ്പോൾ അത് ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള, ലഗേജസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ് എന്ത്, മിഷൻ അമാനത്ത് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഓർത്ത് വെക്കുക, ഒരു നമ്മുടെ കൂടെ ലഗേജസ് അല്ലേ അമാനത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സ്വത്ത് അത്. ഓക്കെ, അടുത്ത ഓപ്പറേഷൻ കരുണ. ഓപ്പറേഷൻ കരുണ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, നമ്മൾ ഇത് പഠിച്ചപ്പോ, ചുഴലിക്കാറ്റുകൾ പഠിച്ചപ്പോ നമ്മൾ പറഞ്ഞിരുന്നു. മ്യാൻമറിൽ ഉണ്ടായ ഒരു ചുഴലിക്കാറ്റാണ് മോച്ച എന്ന് പറയുന്ന ചുഴലിക്കാറ്റ്. അപ്പം ആ ചുഴലിക്കാറ്റില് ഇന്ത്യ സഹായിച്ച ആ ഓപ്പറേഷന് പേരാണ് എന്ത്, ഓപ്പറേഷൻ കരുണ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ചുഴലിക്കാറ്റൊക്കെ മ്യാൻമറിൽ അടിച്ചിട്ട് ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് സഹായിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ നടത്തിയ ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ കരുണ. അപ്പൊ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ അത് പറഞ്ഞിരുന്നു. അതിന് മോച്ച എന്നാണ് കാറ്റിന്റെ പേര്, അതിന് പേര് നൽകിയത് യമൻ ആണെന്നൊക്കെ നമ്മൾ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഓക്കെ, ഇന്ത്യൻ ഓപ്പറേഷൻ കരുണ ആരംഭിച്ചത് ഏത് രാജ്യത്തെ സഹായിക്കാനാണ്? മ്യാൻമറിനെ സഹായിക്കാനാണ്. അടുത്തത് ശബ്ദ മലിനീകരണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ മോട്ടോർ വാഹന വകുപ്പ്, എൻഫോഴ്സ്മെന്റ്, RTO എന്നിവ സംയുക്തമായി നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഡെസിബൽ. ഡെസിബലിന്റെ അറിയാലോ, ഡെസിബലിന് സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു യൂണിറ്റ് ആണ്. അപ്പം ശബ്ദ മലിനീകരണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവന്നതാണ് ഓപ്പറേഷൻ ഡെസിബൽ. അടുത്ത് തീവ്ര വെളിച്ചവുമായി വരുന്ന വാഹനങ്ങളെ പിടികൂടാൻ മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ഫോക്കസ്.
നമുക്കറിയാലോ ബ്രൈറ്റ് അടിച്ച് വരും, നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ തിരിച്ച് ഇങ്ങനെ ബ്രൈറ്റ് അടിച്ച് വരുന്ന വാഹനങ്ങൾ, അപ്പൊ നമുക്ക് റോഡ് കാണാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള വാഹനങ്ങളെ പിടികൂടാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ഫോക്കസ് എന്ന് പറയുന്നത്. അടുത്തത് കുറച്ച് പഴയതൊക്കെയാണ് കേട്ടോ. 2023 ആമസോൺ വനത്തിൽ അകപ്പെട്ട കുട്ടികളെ രക്ഷിക്കാൻ കൊളംബിയൻ സൈന്യം ആവിഷ്കരിച്ച ഓപ്പറേഷൻ ഹോപ്പ് ആണ്. പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. കുറച്ച് കുട്ടികൾ എന്ത് ചെയ്തു, ആമസോൺ വനത്തിൽ അകപ്പെട്ടിരുന്നു. അപ്പൊ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊളംബിയൻ സൈന്യം ആവിഷ്കരിച്ച ഓപ്പറേഷനാണ് എന്ത്, ഓപ്പറേഷൻ ഹോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, കുറച്ച് റാൻഡം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അടുത്ത മയക്കുമരുന്ന് കടത്ത്, മണൽ കടത്ത്, കള്ളക്കടത്ത്, സംഘം ചേർന്ന ആക്രമണങ്ങൾ എന്നിവ തടയുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ കാവൽ. കേരള പോലീസ് കാവല് നിൽക്കുവാണല്ലോ, അപ്പൊ അങ്ങനെ വെച്ച് കണക്ട് ചെയ്ത് ഓർത്ത് വെച്ചേക്കാം. അടുത്തത് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക ചൂഷണം തടയുന്നതിനായി കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ പി ഹണ്ട് എന്ന് പറയുന്നത്. ഓക്കെയാണ്. അടുത്തത് ഓപ്പറേഷൻ നന്നേ ഫരിഷ്തെ. നന്നേ ഫരിഷ്തെ വെച്ചാൽ RPF ആണ് കേട്ടോ, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. വീണ്ടും നന്നേ ഫരിഷ്തെ എന്ന് പറയുമ്പോ ഹിന്ദി വാക്കാണ് കേട്ടോ. എവിടെ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി എന്ന് ആരംഭിച്ചത് വെച്ചാല് ഹെയ്ത്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി. ഇതിൽ മൊത്തം ഇങ്ങനെ തന്നെയാണ്, ഓരോ രാജ്യത്ത് നിന്ന് കുറച്ച് ആൾക്കാരെ ഇങ്ങനെ നമ്മൾ അവിടെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോ, യുദ്ധമോ അങ്ങനെ ബാക്കിയുള്ള എന്തെങ്കിലും കലാപങ്ങളൊക്കെ വരുമ്പോ അവിടുന്ന് ഇന്ത്യക്കാരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്നതാണ് ഈ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ പേരുകൾ ഓർത്തു വെച്ചേക്കുക കേട്ടോ. പിന്നെ ഓപ്പറേഷൻ കാമധേനു ആരംഭിച്ചത് എവിടെയാണെന്ന് വെച്ചാൽ ജമ്മു കാശ്മീർ പോലീസ് ആണ് കേട്ടോ. അതെന്തിനാണ്, ഈ കാറ്റലിന്റെ സ്മഗ്ലിംഗ് ഉണ്ടാവും പശുക്കളുടെ, അപ്പൊ അതിനെതിരെയാണ് എന്താ ഓപ്പറേഷൻ കാമധേനു എന്ന് പറയുന്നത്. അതെവിടെയാണ്, ജമ്മു കാശ്മീർ പോലീസ് ആണ് കേട്ടോ. അടുത്ത ഓപ്പറേഷൻ ബ്രോഡർ സോഡ് ഇന്ത്യ ഏത് രാജ്യവുമായി സംയുക്തമായി നടപ്പിലാക്കുന്നു വെച്ചാൽ USA ആണ് കേട്ടോ. അത് ഈ മെഡിസിനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എന്തോ ആണ്. അപ്പൊ അടുത്തത് ഓപ്പറേഷൻ ബോർഡർ സോഡ് ഇന്ത്യ ഏത് രാജ്യവുമായി സംയുക്തമായി നടപ്പിലാക്കുന്ന വെച്ചാൽ USA സംയുക്തമായിട്ട് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ ബോർഡർ സോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് 2023-24 മെയിൻ ആയിട്ട് നടന്ന ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിലൊരു കോഴ്സ് പരിചയപ്പെടുത്താൻ കൂടെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ കോഴ്സുകൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. നമ്മൾ ഡിസംബർ പ്രതീക്ഷിക്കുന്നുണ്ട് നോട്ടിഫിക്കേഷൻ. അപ്പൊ അതെന്ത് ചെയ്യാം, അപ്പൊ നമ്മൾ 10th പ്രിലിംസ് പഠിച്ച് നമ്മളെല്ലാം റിവിഷൻ ഒക്കെ ആയി. അപ്പൊ ആ എക്സാം കഴിഞ്ഞിട്ട് അടുത്ത് വരുന്ന എക്സാം ആണ് എന്ത്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു വലിയ എക്സാം ആണ്. അപ്പൊ അതിന്റെ ജോബ് പ്രൊഫൈലും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് പുതിയ കോഴ്സ് റൺ ചെയ്യുന്നുണ്ട് ഓൾറെഡി. അപ്പൊ നിങ്ങൾക്ക് പുതിയ കോഴ്സിൽ ഇപ്പൊ ഇനി തുടങ്ങാൻ പോവുകയാണ്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ആപ്പിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ ഒരു സ്ക്രീൻ കാർഡ് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്ത് മേടിക്കാവുന്നതാണ്. അപ്പൊ ഇതിൽ നമുക്ക് എന്തായാലും ഡെയിലി എക്സാംസ് ഉണ്ടാവും. നമ്മുടെ എല്ലാ അതായത് സിലബസ് അനുസരിച്ചുള്ള ഫുൾ കോഴ്സ് എന്ത് ചെയ്യും, ഫുൾ സിലബസ് അനുസരിച്ച് ഫുൾ നമ്മൾ എന്ത് ചെയ്യും, കവർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും വിത്ത് SCRT ചാപ്റ്റേഴ്സ് ഉൾപ്പെടെ. പിന്നെ എന്തുണ്ടാവും, ഡെയിലി നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും, ടോപ്പിക് എക്സാം ഉണ്ടാവും, അല്ലാത്ത ഡെയിലി എക്സാം ഉണ്ടാവും, കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും, കറണ്ട് അഫയേഴ്സിന്റെ എക്സാം ഉണ്ടാവും. പിന്നെ ഓരോ ടോപ്പിക്കും നമ്മൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അതിന്റെ മോക്ക് എക്സാംസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇതിൽ വിത്ത് മെന്റർഷിപ്പോട് കൂടിയാണ് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരാൾ കൂടെ ഉണ്ടാവും പഠിക്കാനും പഠിപ്പിക്കാനും വേണ്ടിയിട്ട്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ല എങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് നമ്മൾ എന്ത് ചെയ്യും, പുതിയ കോഴ്സ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അത് ജോയിൻ ചെയ്യുക കേട്ടോ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.